ഗോവയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമുണ്ട് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്കും ട്രാവലർ വന്നു. പിന്നെ അതിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. മഹാരാഷ്ട്ര എത്തിയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ നിർത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചായയും പിന്നെ ഉപ്മാവൊക്കെ പോലെ എന്തോ സാധനം കഴിച്ചായിരുന്നു. മാവ് പോലെ ഇരിക്കണോണ്ടാണെന്ന് പറഞ്ഞാൽ നല്ല ഉപ്പായിരുന്നു സാധനത്തിൽ. പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയപ്പോഴത്തേക്കും ബീച്ച് എത്തിയായിരുന്നു. അവിടെ ചെന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വാട്ടർ ആക്ടിവിറ്റീസിന്റെ ബഹളമായിരുന്നു. ബോട്ടിങ്, സ്കൂബ ഡൈവിംഗ്, ബനാന റൈഡ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയി നേരെ വണ്ടി കയറി ഫുഡ് കഴിക്കാൻ പോയി. ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ചപ്പാത്തിയും ചോറും ചിക്കൻ കറിയും സാലഡും ഒക്കെ കണ്ടു. പിന്നെ മുളകൊടിയുടെ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ദിവസം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഹോട്ടലിലേക്ക് പോയി. ഇവിടുന്ന് പിന്നെ ഗോവ എത്തിയപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയി കാണും. പിന്നെ ഞങ്ങൾ നേരെ സമയം കളയാണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഷോപ്പിംഗ് ചെയ്ത് എല്ലാ കടകളും കയറി അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ബീച്ചിലാണ്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിട്ടോ. വേറൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ ഇപ്പോൾ ബീച്ചിലോട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ ബാക്കിയുള്ളവരെ കൂടി കൂട്ടി വീണ്ടും വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി വീണ്ടും ബീച്ചിലേക്ക് വന്നു. നൈറ്റിലെ ഗോവയിലെ ബീച്ചുകളെല്ലാം കാണാൻ അടിപൊളിയാണ്. പിന്നെ ഹോട്ടലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. പിന്നെ അവിടെ ചെന്ന് ട്രൂത്ത് ഓർ ഡെയർ എല്ലാം കളിച്ച് ഞങ്ങൾ ആഘോഷിച്ച് കിടന്നുറങ്ങി. അപ്പം ഇത്രയുള്ളൂ. ബൈ.